അമ്മമാരാണ് ഈ ജമന്തി പൂ കൃഷിയുടെയും അതുപോലെ പച്ചക്കറി കൃഷിയുടെയും പിന്നിലൊക്കെ പ്രവർത്തിച്ചത്. അവർ വളരെ സന്തോഷത്തിലാണ്. ഇവരെല്ലാവരും ഒത്തൊരുമയോടെ ഒന്നിച്ചിരുന്ന് ഇവിടെ കാപ്പിയൊക്കെ ഇട്ട് കുടിച്ച് ഇതൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ടാണ് വൈകുന്നേരം വീടുകളിൽ പോകുന്നത്. ചേച്ചി ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ഇത് അമ്പി ചേച്ചി, ഇത് സുശീല ചേച്ചി, ഇത് പുഷ്പ ചേച്ചി, ഇത് ശാന്ത ചേച്ചി. ഇവര് എങ്ങനെയാണ് രാവിലെ മുതൽ വൈകുന്നേരം? രാവിലെ മുതൽ വൈകുന്നേരം, ചിലപ്പോൾ കറണ്ട് ഇല്ലാത്ത സമയത്തും നമ്മൾ വൈകുന്നേരം വെള്ളം ഒഴിച്ചതിന് ശേഷമേ ഞങ്ങൾ ഇവിടുന്ന് പോകാറുള്ളൂ. വൈകുന്നേരം എത്ര മണി വരെ കാണും? 5 മണി വരെ കാണും. നമ്മൾ പൈസയൊക്കെ പിരിച്ച് ചായ ഇട്ടൊക്കെ പലഹാരമൊക്കെ വാങ്ങിച്ച് കഴിക്കും. ഒരു രസമാണോ? നമ്മൾ 275 മൂട് വെച്ചിട്ടുണ്ട്. 275 മൂട് വെച്ചിട്ടുണ്ട്. 75 മൂടുണ്ട്. 325 മൂട് യാത്തൻ. ഇത് കിൻഡൽ വാഴ എന്നാണ് പറയുന്നത്. കിൻഡൽ വാഴ 100 കിലോയാണ് അവർ മതിക്കുന്നത്. 100 കിലോയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും 80, 85, 90 കിലോ വരെ ഉള്ളതുണ്ട്. 90 കിലോ വരെ ഉണ്ട്. ഈ വെണ്ടയ്ക്ക കൊഴുപ്പ് കുറവാണ്. മറ്റാണെങ്കിൽ കുറച്ച് പിശുപിശുപ്പായിരിക്കും. ഇതാ പിശുപിശുപ്പല്ല. എനിക്കായിട്ട് കുറച്ച് വെണ്ടയ്ക്കൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് കൊണ്ടുപോവുകയാണ് കേട്ടോ. 7 ഏക്കറിലാണ് ഈ പച്ചക്കറി കൃഷിയും ജമന്തിപ്പൂ കൃഷിയും ചെയ്തിട്ടുള്ളത്. ഇവിടെ പൂ വാങ്ങാൻ വരുന്നവർക്ക് 1 കിറ്റ് പച്ചക്കറിയുമായി പോകാം. കഴിഞ്ഞ വർഷം ജമന്തി കൃഷി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല കേട്ടോ. നാളെ മുതൽ ഇവിടെ ഓണച്ചന്ത തുടങ്ങുകയാണ്. ലൊക്കേഷൻ വരുന്നത് ബാലരാമപുരം പള്ളിച്ചലിലെ കൊറണ്ടിവിള എന്ന് പറയുന്ന സ്ഥലത്താണ്. വിഷരഹിതമായ പച്ചക്കറികൾ നമുക്ക് ഇവിടെ നിന്നും വിശ്വസിച്ച് വാങ്ങാം.